ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു എഡ്യൂഫിക്സ് അക്കാദമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഗ്നോയിലെ 2026 ജൂൺ സെഷനിലെ റീ രജിസ്ട്രേഷനെ കുറിച്ചിട്ടാണ്. റീ രജിസ്ട്രേഷൻ ആർക്കൊക്കെ ചെയ്യാം, ആർക്കൊക്കെ ചെയ്യാൻ പാടില്ല, എത്രയാണ് ഫീ വരുന്നത്, എത്ര വർഷം ചെയ്യണം തുടങ്ങിയ ഒട്ടനവധി സംശയങ്ങളുടെ ഡൗട്ട് ക്ലിയറിംഗ് ആണ് ഇന്ന് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് നമ്മൾ ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം സ്റ്റുഡൻറ് സർവീസസ് എന്നുള്ളത്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻസ് എന്ന് കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ന്യൂ അഡ്മിഷൻ എടുക്കുന്ന ഈ ഒരു ഓപ്ഷൻസിന്റെ ഏറ്റവും 5ാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള റീ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. റീ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം റീ രജിസ്ട്രേഷൻ ഫോർ ജൂലൈ 2026 സെഷൻ ഓപ്പൺ ആണ്. അപ്പോൾ അതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 13th ജൂൺ 2026 ആണ്. ജൂൺ 30-നാണ് ഇതിന്റെ അവസാന തീയതി വരുന്നത്. അപ്പോൾ നിങ്ങൾ റീ രജിസ്ട്രേഷൻ ചെയ്യണം. അപ്പോൾ ഇതിൽ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഫുള്ളായിട്ടൊന്ന് വായിച്ചു നോക്കാം. ഞാനിതിൻ്റെ ആകെ ഒരു ചുരുക്കം നമ്മളിവിടെ പറയാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഓക്കെ ഇതെല്ലാം റീഡ് ചെയ്തു, ഇതെല്ലാം മനസ്സിലാക്കി എന്നതിന് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊസീഡ് ഫോർ റീ രജിസ്ട്രേഷൻ എന്ന് കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ, നിങ്ങൾ ഈ ഒരു സൈറ്റ് വരുന്നത് ഇഗ്നോയുടെ സ്റ്റുഡൻറ് പോർട്ടലാണ്. ഓരോ സ്റ്റുഡൻറ്റും നിർബന്ധമായിട്ടും ലോഗിൻ ചെയ്യേണ്ട സ്റ്റുഡൻറ് പോർട്ടലാണ്. ഇതിനെ നമ്മൾ സമർത്ഥ് പോർട്ടൽ എന്നും കൂടിയും പറയും. അപ്പോൾ ഈ ഒരു പോർട്ടലിലേക്ക് നിങ്ങളെ യൂസർ നെയിം എൻറോൾമെന്റ് നമ്പർ ആണ് ബൈ ഡിഫോൾട്ട്. നിങ്ങളുടെ പാസ്വേഡ് ചേഞ്ച് ആക്കിയിട്ടുണ്ടെങ്കിൽ ചേഞ്ച് ആക്കാം. അത് നൽകി ഈ ഒരു ക്യാപ്ച കോഡ് കൂടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ കൊടുക്കാം. അപ്പോൾ ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റുഡൻറ് ലോഗിലായിട്ടാണ് പ്രവേശിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ഓൾറെഡി ഇതൊന്നും ന്യൂ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ന്യൂ രജിസ്ട്രേഷൻ ചെയ്യാൻ ഇവിടെ മാർഗമുണ്ട്. ഇവിടെ ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോഗ്രാം കോഡ് ഏതാണോ അത് ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ ID കാർഡിലുള്ള അതേപോലെ തന്നെ നിങ്ങളുടെ പേര്, അതുപോലെ എൻറോൾമെന്റ് നമ്പർ, ഈ ഒരു ക്യാപ്ച കോഡ് ഇവിടെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ന്യൂ രജിസ്ട്രേഷൻ ആയി. ന്യൂ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അങ്ങനെ പാസ്വേഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ പുറകിലോട്ട് വന്നിട്ട് ഇവിടെ ഈ യൂസർ നെയിമും അതുപോലെ നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ള പാസ്വേഡ് നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇനി സപ്പോസ് നിങ്ങൾ ഓൾറെഡി നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം, പക്ഷേ ഇപ്പോൾ ഇത് പാസ്വേഡ് റോങ് ആണ്, പാസ്വേഡ് എൻ്റർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ റീസെറ്റ് പാസ്വേഡ് കൊടുക്കുക. റീസെറ്റ് പാസ്വേഡ് കൊടുത്തിട്ട് നിങ്ങൾ പ്രോഗ്രാം കോഡും എൻറോൾമെന്റ് നമ്പറും അടിച്ച് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിലിലോട്ട് OTP വരും. ഈ OTP ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ പൊതുവെ ചെയ്യുന്ന പോലെ തന്നെ. എന്നിട്ട് വീണ്ടും ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്താൽ നിങ്ങളുടെ സ്റ്റുഡൻറ് ലോഗിലോട്ടാണ് പോകുന്നത്. ഓക്കെ, അവിടെ വെച്ചിട്ട് റീ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾ റീ രജിസ്ട്രേഷൻ ചെയ്യാം. അപ്പൊ നമുക്ക് ഇനി ആർക്കൊക്കെയാണ് റീ രജിസ്ട്രേഷൻ ചെയ്യാൻ കഴിയുക എന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് അത് കുറെ കാറ്റഗറി സ്റ്റുഡൻസിന് റീ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും. അത് നമ്മൾ 1 by 1 ആയിട്ട് പറയാം. ഏറ്റവും ഫസ്റ്റ് 2026 ജനുവരി സെഷനിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുള്ളവരായിരിക്കും പൊതുവെ പുതിയ കുട്ടികളൊക്കെ. അപ്പൊ അവര് സെമസ്റ്റർ വൈസ് പ്രോഗ്രാംസിന് ജോയിൻ ചെയ്തവരുണ്ടാവും, അഡ്മിഷൻ എടുത്തവർ. എന്താണ് സെമസ്റ്റർ വൈസ് പ്രോഗ്രാംസ് ഏതൊക്കെ? ഫോർ എക്സാമ്പിൾസ് ആണ് പറയുന്നത്. MBA, BBA, BCA, MC, MSW പോലെയുള്ള കോഴ്സുകൾ. ചില കോഴ്സുകളൊക്കെ ഇഗ്നോയില് സെമസ്റ്റർ വൈസ് പ്രോഗ്രാമാണ്. അത് ഓരോ സെമസ്റ്റർ കൂടുമ്പോഴും റീ രജിസ്ട്രേഷൻ ചെയ്ത് പോകണം. അതുപോലെ ഓരോ സെമസ്റ്ററിലും നിങ്ങൾക്ക് എക്സാമും വരുന്നതാണ്. അപ്പൊ നിങ്ങൾ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ MBA ജനുവരി 2026 അഡ്മിഷൻ എടുത്ത ഒരു സ്റ്റുഡന്റ് MBAക്ക് ജോയിൻ ചെയ്തു, അവർ ID കാർഡ് വന്നു, എക്സാം രജിസ്റ്റർ ചെയ്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് റീ രജിസ്ട്രേഷൻ ആണ്. റീ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സെക്കൻഡ് സെമസ്റ്ററിലേക്കുള്ള എൻട്രി ആണ്. സെക്കൻഡ് സെമസ്റ്ററിലോട്ടുള്ള എൻട്രിക്കാണ്, അല്ലെങ്കിൽ അതിലോട്ടുള്ള രജിസ്ട്രേഷൻ ആണ് എൻറോൾമെന്റ്. അതിലേക്കുള്ള എൻറോൾമെന്റിനാണ് പറയുന്നത് റീ രജിസ്ട്രേഷൻ എന്ന് വെച്ചാൽ. റീ രജിസ്ട്രേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ യൂണിവേഴ്സിറ്റിക്ക് സെക്കൻഡ് സെമസ്റ്ററിലേക്കുള്ള കോഴ്സ് ഫീ അടയ്ക്കേണ്ടതുണ്ട്. അത് മേ ബി നിങ്ങൾ 16,700 രൂപയായിരിക്കും ഫസ്റ്റ് സെമസ്റ്ററിൽ പേയ്മെന്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ സെക്കൻഡ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് 16,000 രൂപയാണ് പേയ്മെന്റ് ചെയ്യേണ്ടി വരിക. ഇനി ഈ 16,000 രൂപയിൽ നിന്നും പണം കുറയ്ക്കാൻ പറ്റുമോ? 15% നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ലഭിക്കും. എങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ റീ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ചൂസ് ചെയ്യുന്നത് സോഫ്റ്റ് കോപ്പി ആണ് എന്നുണ്ടെങ്കിൽ ഇത് എല്ലാ കോഴ്സിനും ബാധകമാണ്. ഇതിന് ഓരോ കോഴ്സിനും നമുക്ക് പറയേണ്ടതില്ല, കാരണം എല്ലാ കോഴ്സിനും ബാധകമാണ്. 15% ഡിസ്കൗണ്ട് ലഭിക്കും കോഴ്സ് ഫീയിൽ നിന്ന്. എപ്പോൾ നിങ്ങൾ സോഫ്റ്റ് കോപ്പി ഓപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുസ്തകങ്ങൾ നിങ്ങൾക്ക് പോസ്റ്റൽ വഴി യൂണിവേഴ്സിറ്റി അയക്കില്ല, നിങ്ങൾക്ക് പുസ്തകം തരില്ല.
പകരം നിങ്ങൾ എന്ത് ചെയ്യണം, ഇഗ്നോയുടെ വെബ്സൈറ്റിൽ നിന്നോ ഗൂഗിളിൽ നിന്നോ നിങ്ങളുടെ ഈ സബ്ജക്റ്റ് കോഡ് വെച്ച് ഡൗൺലോഡ് ചെയ്തെടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലാപ്ടോപ്പിലോ മൊബൈൽ ഫോണിലോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിന്റ് ഔട്ട് ചെയ്യാം. ഈ പുസ്തകം നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് യൂണിവേഴ്സിറ്റി പറയുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഡിജിറ്റൽ ഫോമിലാണ് നിങ്ങൾക്ക് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് സിലബസ് വേണമെന്നുണ്ടെങ്കിൽ 15% ഈ ഒരു നിങ്ങളുടെ ഈ ഒരു റീ രജിസ്ട്രേഷൻ ഫീയിൽ നിന്ന് ഡിസ്കൗണ്ട് ചെയ്ത് ലഭിക്കുക. ഇത് എല്ലാ കോഴ്സിനും പറയാം, അതായത് MBA, BBA, BCom, MCom എല്ലാത്തിലും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിലുള്ള എല്ലാ പ്രോഗ്രാംസിനും 15% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. ഇതിപ്പോ നമ്മൾ പറഞ്ഞത് 2026 ജനുവരി സെഷനിൽ അഡ്മിഷൻ എടുത്ത ഫസ്റ്റ് ഇയർ അല്ലെങ്കിൽ ഫസ്റ്റ് സെമസ്റ്ററിൽ ജോയിൻ ചെയ്ത സ്റ്റുഡൻസിനാണ്. ഇനിയോ ഇതിന്റെ മുന്നേ രജിസ്റ്റർ ചെയ്തു, അതായത് ഒരു വർഷം മുന്നേ രജിസ്റ്റർ ചെയ്തു, മേ ബി കഴിഞ്ഞ 2025 ജൂൺ സെഷനിൽ അഡ്മിഷൻ എടുത്തൊരു കുട്ടിക്ക് 2026 ജനുവരി സെഷനിൽ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം സെക്കൻഡ് സെമസ്റ്ററിലോട്ട് പ്രവേശിക്കാൻ. അപ്പോൾ ഇനി തേർഡ് സെമസ്റ്ററിലേക്കുള്ള റീ രജിസ്ട്രേഷൻ ആണ് ആ കുട്ടികൾക്ക് ഉണ്ടാവുക. 2026 ജൂൺ സെക്ഷനിൽ അവര് തേർഡ് സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ റീ രജിസ്ട്രേഷൻ ചെയ്യണം. വീണ്ടും പുറകിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ 2025 ജനുവരി സെഷൻ ബാച്ചിന് അവരുടെ അവസാനത്തെ ഫോർത്ത് സെമസ്റ്റർ രജിസ്റ്റർ ചെയ്യാനുള്ള സമയമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അങ്ങനെ നിങ്ങൾ ഏതൊരു സെമസ്റ്ററിലാണോ ഇപ്പോൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അവര് അടുത്തൊരു സെമസ്റ്ററിലേക്ക് പോകുവാനുള്ള സമയമായിട്ടുണ്ട്, അതിൻ്റെ ഒരു പീരീഡ് ആയിട്ടുണ്ട്. ആ പീരീഡിൽ നിങ്ങൾ എന്ത് ചെയ്യുക, റീ രജിസ്ട്രേഷൻ ചെയ്യുക. ചിലര് സെക്കൻഡ് ആവും, തേർഡ് ആവും, ഫോർത്ത് ആവും, വാട്ടെവർ. അപ്പൊ നിങ്ങളുടെ ആ ഒരു പ്രീവിയസ് റീ രജിസ്ട്രേഷൻ ഫോം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതിലേക്കാണ് കഴിഞ്ഞ പ്രാവശ്യം റീ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് പ്രകാരം നിങ്ങൾ റീ രജിസ്ട്രേഷൻ ചെയ്യാം. ഇനി നമുക്ക് ഇയർ വൈസ് പ്രോഗ്രാംസിന്റെ നോക്കാം. ഇയർ വൈസ് പ്രോഗ്രാംസുകളായ MCom, അതുപോലെ MA ഇംഗ്ലീഷ്, BA ഇംഗ്ലീഷ്, BCom, BA സോഷ്യോളജി, അങ്ങനത്തെ ഇയർ വൈസ് പ്രോഗ്രാംസ് ഉണ്ടാവും. ഈ ഇയർ വൈസ് പ്രോഗ്രാംസിന് റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് അവരുടെ ഇയർ ആവുന്നതോട് കൂടിയിട്ടാണ്. അതായത് ഇപ്പോ 2025 ജൂൺ സെക്ഷനിൽ ഒരു അഡ്മിഷൻ എടുത്ത കുട്ടിക്ക് റീ രജിസ്ട്രേഷന്റെ സമയമായിട്ടുണ്ട്. കാരണം ഇത് 2026 ജൂണായി. അപ്പൊ അവര് സെക്കൻഡ് ഇയറിലോട്ട് അവർക്ക് എൻറോൾ ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, റീ രജിസ്ട്രേഷൻ ചെയ്യണം. ഇനി വേറൊരു കാറ്റഗറി തേർഡ് ഇയറിലോട്ട് റീ രജിസ്ട്രേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2024 ജൂണില് അഡ്മിഷൻ എടുത്ത കുട്ടിക്ക് 2026 ജൂൺ ആകുമ്പോൾ തേർഡ് ഇയർ ആയി. സെക്കൻഡ് ഇയർ റീ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ തേർഡ് ഇയറിലോട്ട് പ്രവേശിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ അഡ്മിഷൻ എടുത്തു, ഒന്നും ചെയ്തിട്ടില്ല, ഒരു അഡ്മിഷൻ എടുത്തു, പക്ഷെ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ആയി, ഇനി സെക്കൻഡ് ഇയറിലോട്ട് പോകണം. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിലോട്ടുള്ള പ്രവേശനം കിട്ടുക ഇനിയിപ്പോൾ 3 വർഷമോ 4 വർഷമോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് ആ ഒരു കൃത്യമായ പീരീഡിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, റീ രജിസ്ട്രേഷൻ ചെയ്യും. അല്ലെങ്കിൽ നിങ്ങളുടെ ഇയർ ഓഫ് സെമ്മോ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അത് പിന്നീട് നിങ്ങളുടെ ഈ ഒരു കോഴ്സ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് ഡിലേ ആവാനൊക്കെ നിങ്ങൾ കാരണമാകും. ഇപ്പോൾ ചില കുട്ടികൾ ചോദിക്കാറുണ്ട്, ഞങ്ങൾ ഇപ്പോൾ എക്സാം ഒന്നും എഴുതുന്നില്ല, അപ്പൊ എക്സാം എഴുതാൻ പ്ലാൻ ഒന്നുമില്ല, പക്ഷെ ഞങ്ങൾ റീ രജിസ്ട്രേഷൻ ചെയ്യണോ? ചെയ്യണം. ഈ റീ രജിസ്ട്രേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ പ്ലസ് വണ്ണിൽ തോറ്റു കഴിഞ്ഞാലും പ്ലസ് ടുവിലേക്ക് നിങ്ങൾക്ക് എൻറോൾമെന്റ് കിട്ടും. എന്നിട്ട് പ്ലസ് ടുവിലും നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു എക്സാം എഴുതി പ്ലസ് വണ്ണിന്റെയും പ്ലസ് ടുവിന്റെയും എക്സാം എഴുതി പാസ്സാവാണ് ചെയ്യുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഒരു ഉദാഹരണം പറഞ്ഞു തന്നെ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, സെക്കൻഡ് ഇയറിലോട്ട് നിങ്ങൾ പ്രവേശനം ലഭിക്കണം എന്നുണ്ടെങ്കിൽ, തേർഡ് ഇയറിലോട്ട് പ്രവേശനം ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ റീ രജിസ്ട്രേഷൻ മസ്റ്റ് ആയിട്ട് ചെയ്യണം. അവിടെ നിങ്ങൾ അസൈൻമെന്റ് വെച്ചോ എന്നുള്ളതോ അല്ലെങ്കിൽ എക്സാം എഴുതി എന്നുള്ളതോ പാസ്സായോ ഫെയിലായോ എന്നുള്ളതൊന്നും ഇവിടെ എന്ത് ചെയ്യണം, പരിഗണിക്കേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങൾ എന്ത് ചെയ്യണം, സെക്കൻഡ് ഇയറിലോട്ട് റീ രജിസ്ട്രേഷൻ ചെയ്യാം. സെക്കൻഡ് ഇയർ കഴിഞ്ഞവർ തേർഡ് ഇയറിലോട്ട് റീ രജിസ്ട്രേഷൻ ചെയ്യുക. എങ്കിൽ നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ്, ആ പീരിയോഡ് കംപ്ലീറ്റ് ആവും. നിങ്ങൾ എക്സാം നിങ്ങൾക്ക് എത്ര വാലിഡിറ്റി ആണോ യൂണിവേഴ്സിറ്റി ഓരോ കോഴ്സിന് ഡിഫറെന്റ് ആയിട്ടാണ് തരിക അതിന്റെ വാലിഡിറ്റി. അപ്പോൾ ആ ഒരു കോഴ്സ് വാലിഡിറ്റിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ എക്സാമുകൾ അതുപോലെ അസൈൻമെന്റുകളും സബ്മിറ്റ് ചെയ്തും എഴുതിയും നിങ്ങൾ എന്ത് ചെയ്യുക, ഫിനിഷ് ചെയ്യുക. അപ്പൊ നിങ്ങൾ സെക്കൻഡ് ഇയറിലോട്ട് തേർഡ് ഇയറിലോട്ട് ഫോർത്ത് അപ്പൊ നിങ്ങൾ 4 ഇയർ ഇപ്പോൾ നമ്മൾ ഓരോ കോഴ്സുകൾ ആവുന്ന 4 ഇയർ കോഴ്സിന്റെ ഒക്കെ റീ രജിസ്ട്രേഷൻ തേർഡ് ഇയർ നെക്സ്റ്റ് ഇയർ ഒക്കെ ആവും. ഫോർത്ത് ഇയറിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റീ രജിസ്ട്രേഷന്റെ സമയം ആവുന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങളിപ്പോൾ മേ ബി ഈ 4 ഇയർ കോഴ്സുകളൊക്കെ എടുത്ത കുട്ടികൾക്ക് ഇപ്പൊ തേർഡ് ഇയറിലോട്ടുള്ള റീ രജിസ്ട്രേഷൻ ആയിരിക്കാം വന്നിട്ടുണ്ടായിരിക്കാം. ഒന്ന് ചെക്ക്, അപ്പൊ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് റീ രജിസ്ട്രേഷൻ, അപ്പൊ നമ്മളിപ്പോൾ പറഞ്ഞ റീ രജിസ്ട്രേഷൻ എന്താണ്, റീ രജിസ്ട്രേഷൻ ആർക്കൊക്കെ ചെയ്യാം,
ആർക്കൊക്കെ ചെയ്യാൻ പാടില്ലാത്തവരാരൊക്കെയാണ് നമുക്ക് നോക്കാം. ചെയ്യാൻ പാടില്ലാത്തവർ, ചെയ്യാൻ സാധിക്കാത്തവർ എന്ന് പറഞ്ഞാൽ കോഴ്സിന്റെ വാലിഡിറ്റി കഴിഞ്ഞവര്. ഇപ്പോൾ ഒരു 3 ഇയർ ഡിഗ്രി കോഴ്സ് ആണ് എന്ന് BA ഇംഗ്ലീഷ് 3 ഇയർ ഡിഗ്രി കോഴ്സ് ആണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 ഇയർ 1, 2, 3 അങ്ങനെ ഈ 3 സെഷനിൽ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തു. അങ്ങനെ നിങ്ങൾ എക്സാം എഴുതി കംപ്ലീറ്റ് ആയിട്ടില്ല, ഇനി എക്സാം എഴുതാനുണ്ടെന്നുണ്ടെങ്കിൽ 4th ഇയർ വരുന്ന സമയത്ത് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ 4 ഇയർ പ്രോഗ്രാമാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ വേണം. ഇപ്പോൾ 4 ഇയർ കഴിഞ്ഞ് 5th ആയി 6th ആയി ആ ഇയറിലൊന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ട, രജിസ്ട്രേഷൻ ചെയ്യേണ്ട, ഓൾറെഡി കംപ്ലീറ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു BBA കോഴ്സാണ് എടുക്കുന്നത് അല്ലെങ്കിൽ ഒരു MBA കോഴ്സാണ് എടുക്കുന്നത്, MBA 4 സെമസ്റ്ററും നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞു 2 വർഷത്തിനുള്ളിൽ. വീണ്ടും നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി 2 വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്തു. ടോട്ടൽ വാലിഡിറ്റി 4 വർഷമാണ്, മിനിമം വാലിഡിറ്റി 2 വർഷമാണ്. അപ്പൊ നിങ്ങൾ 2 വർഷത്തിന് ശേഷം 3ാമത്തെ വർഷത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതില്ല, 4ാമത്തിൽ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതില്ല. ഓൾറെഡി നിങ്ങൾ ആ ഒരു പീരിയഡ് കഴിഞ്ഞു. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, എക്സാം എഴുതുകയോ നിങ്ങൾക്ക് എന്താണ് പെൻഡിങ് ഉള്ളത് അത് വേഗം ഈ ഒരു കാലാവധിക്കുള്ളിൽ തീർക്കുക. ഇപ്പൊ 2 വർഷം കൊണ്ട് നിങ്ങൾ ആ പീരിയഡ് കംപ്ലീറ്റ് ആയി, പക്ഷെ നിങ്ങൾ പല സബ്ജക്റ്റുകൾക്ക് അസൈൻമെന്റ് വെക്കാനുണ്ടെങ്കിൽ അത് വേഗം വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എക്സാം എഴുതാനുണ്ടെങ്കിൽ വരുന്ന ഈ ഒരു ടൈം ആൻഡ് എക്സാമിൽ നിങ്ങൾ എക്സാം എഴുതി അത് എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഈ പറഞ്ഞ വാലിഡിറ്റിക്കുള്ളിൽ. അപ്പൊ അത്തരം ആളുകൾ ഓൾറെഡി അവർക്ക് അനുവദിച്ചിട്ടുള്ള പീരിയഡ് കഴിഞ്ഞവര് MBA ആണെങ്കിൽ 4 ഒരു ഫസ്റ്റ് സെമസ്റ്റർ രജിസ്ട്രേഷൻ പിന്നെ 3 രജിസ്ട്രേഷൻ ആണ് വരുന്നത്. MCOM ആണെന്നുണ്ടെങ്കിൽ 1 രജിസ്ട്രേഷൻ വരുന്നത്. ഫസ്റ്റ് ഇയറിന്റെ രജിസ്ട്രേഷനും സെക്കൻഡ് ഇയറിന്റെ രജിസ്ട്രേഷൻ ആണ് വരുന്നത്. അത് കഴിഞ്ഞവർ പിന്നെ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതില്ല. ഇനി കൂടുതൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എഡ്യൂഫിക്സ് അക്കാദമിയുടെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾ കണക്ട് ചെയ്താൽ മതി. ഓക്കെ, നമ്മളിപ്പോ ഇത് ആർക്കെല്ലാം പാടില്ല, രജിസ്ട്രേഷൻ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇനി എത്രയാണ് ഫീ വരുന്നത്? ഫീ വരുന്നത് നിങ്ങൾ ഫസ്റ്റ് ഇയറോ അല്ലെങ്കിൽ ഫസ്റ്റ് സെമസ്റ്ററിനോ നിങ്ങൾ രജിസ്റ്റർ ചെയ്തപ്പോൾ ഒരു ഫീസ് യൂണിവേഴ്സിറ്റിക്ക് അടച്ചല്ലോ, ആ യൂണിവേഴ്സിറ്റി ഫീയിൽ നിന്നും 700 രൂപ മൈനസ് ചെയ്ത ഫീസാണ് സെക്കൻഡ് ഇയറിലോട്ടോ സെക്കൻഡ് സെമസ്റ്ററിലോട്ടോ നിങ്ങൾ പേയ്മെന്റ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? അതിൽ MBAയുടെ കേസിൽ 3rd സെമസ്റ്ററിലോട്ടാണ് രജിസ്ട്രേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എക്സ്ട്രാ പേയ്മെന്റ് ആവുന്നതാണ്. അതിൽ പ്രൊജക്ട് പോലെയുള്ള സബ്ജക്റ്റുകൾ വരുന്നത് കൊണ്ട് കുറച്ച് പേയ്മെന്റ് എക്സ്ട്രാ ഉണ്ട്. 17,000 സംതിങ് പോകും 16,000 നിന്നും. അപ്പൊ നമുക്ക് എന്താണ് ഒരു നോർമലി നമ്മളെ കേസിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ അല്ലെങ്കിൽ ഫസ്റ്റ് സെമസ്റ്ററിൽ രജിസ്റ്റർ ചെയ്യാൻ നൽകിയിട്ടുള്ള പേയ്മെന്റ് ചെയ്തിട്ടുള്ള പേയ്മെന്റിൽ നിന്നും 700 രൂപ കുറച്ചിട്ടാണ് എന്ത് ചെയ്യുക, അത് നമ്മുടെ രജിസ്ട്രേഷൻ ഫീ ഡെവലപ്മെന്റ് ഫീ ആയിട്ട് യൂണിവേഴ്സിറ്റി വാങ്ങുന്നതാണ്. അത് മൈനസ് ചെയ്തിട്ടുള്ള പേയ്മെന്റ് ആണ് സെക്കൻഡ് ഇയറിലോട്ടും സെക്കൻഡ് സെമസ്റ്ററിലോട്ടൊക്കെ നമുക്ക് പേയ്മെന്റ് വരുന്നത്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ 15% ഡിസ്കൗണ്ട് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്റ്റ് ചെയ്യേണ്ടത് സോഫ്റ്റ് കോപ്പി ആയിട്ടാണ്, ഹാർഡ് കോപ്പി ആയിട്ടാണ് പുസ്തകങ്ങൾ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുഴുവൻ പേയ്മെന്റും അടയ്ക്കേണ്ടതാവും, അല്ലെങ്കിൽ 15% ഡിസ്കൗണ്ട് ലഭിക്കും. പിന്നെ പ്രത്യേകം പറയാനുള്ളത് ഇലക്റ്റീവ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട കുറച്ച് കോഴ്സ് സെക്കൻഡ് ഇയറിലോട്ടോ സെക്കൻഡ് സെമസ്റ്ററിലോട്ടൊക്കെ പോകുന്ന സമയത്ത് BAക്കായാലും അതുപോലെ തന്നെ PGക്കായാലും അതുപോലെ മറ്റുള്ള കോഴ്സുകൾക്കായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ചില നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങളുടെ എബിലിറ്റി എൻഹാൻസ്മെന്റ്, സ്കിൽ എൻഹാൻസ്മെന്റ് പോലെയുള്ള കോഴ്സുകൾ സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് സ്വയമേ തിരഞ്ഞെടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും പാസ്സാവാൻ എളുപ്പമുള്ളത് സബ്ജക്ട് കോഡ് നോക്കുക, ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുക, അപ്പൊ അതിന്റെ സിലബസ് വരുമോ നോക്കിയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതാണ് നോക്കിയിട്ട് നിങ്ങൾ എന്ത് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് അങ്ങനെ അറിയുന്നില്ല മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എഡ്യൂഫിക്സ് അക്കാദമിയെ കണക്ട് ചെയ്താൽ ഞങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തു തരും. നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകൾ ഏതാണെന്നുണ്ടെങ്കിൽ സുഖമായ കോഴ്സുകൾ ഏതാണെന്നുള്ളത് പറയും. ഞങ്ങളുടെ കയ്യിൽ ക്ലാസ്സുകളുള്ള കോഴ്സുകൾ ഏതാണെന്നുണ്ടെങ്കിൽ ആ സബ്ജക്റ്റുകൾ ഏതാണെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞുതരും, അത് എടുക്കണമെങ്കിൽ എടുക്കാം. ഞങ്ങൾ പൊതുവെ നമ്മൾ ഇലക്ടീവ് കോഴ്സുകളൊക്കെ കുട്ടികൾക്ക് പഠിക്കാൻ എളുപ്പമുള്ള കോഴ്സുകളാണ് നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലുള്ള സർവീസുകളൊക്കെ നമ്മൾ ചെയ്തു തരും. രജിസ്ട്രേഷൻ ചെയ്യാൻ ആരെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് രജിസ്ട്രേഷൻ ചെയ്യുക. നിങ്ങൾക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ രജിസ്ട്രേഷൻ നിർബന്ധമായിട്ട് ചെയ്യണം. അതിൽ എക്സാം എഴുതി അസൈൻമെന്റ് വെച്ചോ പ്രൊജക്ട് ചെയ്തോ എന്നുള്ളത് ബാധകമല്ല. നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുക. ബാക്കിയുള്ള കടമ്പകളൊക്കെ ബാക്കിയുള്ള അക്കാദമിക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സമയത്തിനനുസരിച്ച് നിങ്ങളുടെ കോഴ്സ് വാലിഡിറ്റി കഴിയുന്നതിന് മുന്നായിട്ട് ചെയ്യുക. കൂടുതൽ ഇഗ്നോയുടെ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്